പഴയ പോലെ ഉടൻ ഈ മസിലിന്റെ വലിവ് പഴയ പോലെ ഉടൻ തന്നെയാകും. പക്ഷെ ഈ നീര് മാറണമെങ്കിൽ 2-3 ആഴ്ച 2-3 മാസം തന്നെ കൃത്യമായിട്ട് രോഗി അതിന് വേറെ മരുന്ന് കഴിക്കേണ്ടി വരും. ശരിക്കും ഇതിന് രണ്ടിനും പ്രത്യേക മരുന്നുകളുണ്ട്. ഈ നീരിന് വേണ്ടിയുള്ളത് പെട്ടെന്ന് ആശ്വാസം തരുന്ന ബ്രോങ്കോ ഡയലേറ്റേഴ്സ്. ആ ഗ്രൂപ്പിൽ ഈ സാൽബ്യൂട്ടമോൾ, ടെർബ്യൂട്ടാൽ എന്നൊക്കെ പറഞ്ഞുള്ള മരുന്നുകളുണ്ട്. അതാണ് ഈ രോഗിക്ക് താല്പര്യം. കാര്യം അടിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഒരു 10-15 മിനിറ്റിനുള്ളിൽ രോഗി ആശ്വാസം കിട്ടുന്നു. പക്ഷെ ഈ നീര് അവിടെ ഇങ്ങനെ ഇരിക്കും. അപ്പൊ ഈ പെട്ടെന്ന് അമിതമായിട്ടുള്ള ഈ നീരാണ് ആസ്മ രോഗിയുടെ ബേസിക് ഒരു പ്രശ്നം. അതിനുവേണ്ടി ഈ മരുന്നല്ല, അതിനുവേണ്ടി ശരിക്കും സ്റ്റീറോയിഡ് അടങ്ങിയിട്ടുള്ള പ്രത്യേക മരുന്നുകൾ. സ്റ്റീറോയിഡ് എന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും പേടിയാണ്. എന്നാൽ ഈ സ്റ്റീറോയിഡ് മരുന്നുകൾ നേരിട്ട് നമ്മൾ വഴി ശ്വാസക്കുഴലിലോട്ട് അടിച്ചു കഴിഞ്ഞാൽ ഈ നീര് മാറും. നീര് പൂർണ്ണമായും മാറിയോ ഇല്ലയോ എന്ന് ഡോക്ടറെ കണ്ട് ഇടയ്ക്കിടയ്ക്ക് ഒരു 2-3 മാസം കൂടുമ്പോൾ ആസ്മ രോഗികൾ ഡോക്ടറെ കണ്ട് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമേ മരുന്ന് നിർത്തും. അതെങ്ങനെയാണ് ടെസ്റ്റ് ചെയ്യുന്നത്? അത് സ്കാനിങ്ങിലൂടെയാണോ? പ്രധാനമായിട്ടും അത് നമുക്ക് ഈ സ്പൈറോമീറ്റർ വഴി നോക്കാം. അതുപോലെ തന്നെ ആസ്മ രോഗിക്ക് വീട്ടിൽ വെച്ച് തന്നെ അവരുടെ ശ്വാസം മുട്ടൽ എത്രയുണ്ടെന്ന് അറിയാനായിട്ട് ഇപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ലഘുവായിട്ടുള്ള ഒരു പീക്ക് ഫ്ലോ മീറ്റർ എന്ന് പറഞ്ഞൊരു മെക്കാനിസം വന്നിട്ടുണ്ട്. ഇത് ഇന്ത്യയിലുണ്ട്. ഇതിന് വില കുറവാണ്. പക്ഷെ എല്ലാ രോഗികളും അത് സാധാരണ ഉപയോഗിക്കാറില്ല. ഡോക്ടേഴ്സ് പോലെ അതിന് നിർദ്ദേശം സാധാരണ കൊടുക്കാറില്ല. കാരണം ഇതൊന്നും രോഗികൾ സാധാരണ കൃത്യമായിട്ട് ചെയ്യാറില്ല. കുറച്ച് ഈ നീര് വറ്റിക്കഴിയുമ്പോൾ രോഗി മരുന്ന് എല്ലാം നിർത്തി ഒരു 2-3 മാസം അല്ലെങ്കിൽ ഒരു 6 മാസം കഴിയുമ്പോൾ വീണ്ടും ഇതുമായിട്ട് വരുവാണ്. ആസ്മയ്ക്ക് ശരിക്കും അലോപ്പതി ചികിത്സയുണ്ട് എന്നുള്ളത് രോഗികൾ ശരിക്കും അജ്ഞരാണെന്ന് തോന്നുന്നു അതിനെക്കുറിച്ച്. എന്നുള്ളതല്ല, അലോപ്പതിയിൽ നല്ല ചികിത്സയുണ്ട്. പക്ഷെ അലോപ്പതി ചികിത്സയിൽ ഏറ്റവും നല്ലത് ഈ ഇൻഹേലർ രൂപത്തിലുള്ളതാകുമ്പോൾ അതിനെതിരായിട്ടുള്ള വളരെ പല തലത്തിലും പല തരത്തിലുമുള്ള കുപ്രചരണങ്ങൾ മൂലം രോഗികൾക്ക് പേടിയാണ്. അപ്പൊ അലോപ്പതി ഡോക്ടേഴ്സ് പോലും ഈ സ്പ്രേ പറഞ്ഞു കഴിഞ്ഞാൽ ഈ രോഗി പിന്നെ പേടിച്ച് വരികയില്ല എന്നുള്ളൊരു സിറ്റുവേഷനാണ്. പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഈ സ്റ്റീറോയിഡ് ഇൻഹേലർ ഞാൻ പറഞ്ഞു, സ്റ്റീറോയിഡ് ഗുളിക രൂപത്തിൽ വളരെ സൈഡ് എഫക്ട് ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ സ്പ്രേ രൂപത്തിൽ വളരെ സേഫാണ്. പക്ഷെ കുട്ടികളെ കൊണ്ട് നമ്മൾ ഇപ്പൊ എന്റെ അടുത്തൊരു കുട്ടിയെ കൊണ്ട് ഒരു മാതാപിതാക്കൾ വരുവാണെങ്കിൽ ഞാൻ സ്പ്രേ പറഞ്ഞു കഴിയുമ്പോൾ സ്പ്രേ വേണ്ട, പൗഡർ ആക്കുന്നതാണ് ഈ ഗുളികയാണോ? ഈ സ്പ്രേ തന്നെ പൗഡർ രൂപത്തിൽ ഇങ്ങനെ കിട്ടുന്നതാണ്. പൗഡർ രൂപത്തിൽ ഈ ഗുളികയ്ക്കകത്ത് ഈ പൊടിയുണ്ട്. പൊടി ഇതിനകത്തിട്ട് ഇങ്ങനെ പൊട്ടിച്ചതിന് ശേഷം രോഗി ഇതിപ്പോ പൊട്ടിയിട്ടുണ്ട്. രോഗി അത് വായിൽ വെച്ചിട്ട് ഇങ്ങനെ വലിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ പൊടി നേരിട്ട് ശ്വാസകോശത്തിലോട്ട് ചെല്ലുന്നു. അപ്പം ഈ സ്പ്രേ രൂപത്തിൽ ഉപയോഗിക്കാം. ചിലവർക്ക് സ്പ്രേ ഉപയോഗിക്കാൻ എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ അത് ഗുളിക രൂപത്തിൽ ഉപയോഗിക്കാം. എന്ന് മാത്രമല്ല, കുട്ടികൾക്കൊക്കെ ഈ സ്പ്രേ നേരിട്ട് വലിക്കാൻ, ഇപ്പൊ ഉദാഹരണമായിട്ട് ഒരു നവജാത ശിശു അല്ലെ 2-3-6 മാസം പ്രായമുള്ള ഒരു കുട്ടിക്ക് ശ്വാസം മുട്ട് വന്നാൽ പോലും നമുക്കിത് നേരിട്ട് ഇങ്ങനെ ഈ ബേബി മാസ്ക് വഴി ഇതിലോട്ട് കണക്ട് ചെയ്തിട്ട് ബേബി മാസ്ക് വഴി ഒരു കുട്ടിയുടെ മുഖത്ത് നേരിട്ടിങ്ങനെ സ്പ്രേ അടിക്കാവുന്നതാണ്. അപ്പൊ അത് കുട്ടിക്ക് ഒന്നിൽ ഉറക്കത്തിൽ ചെയ്യാം, അല്ലെ അടിക്കുമ്പോൾ കുട്ടി കരഞ്ഞാൽ പോലും മരുന്നുള്ളിലേക്ക് പോകും. അപ്പൊ ഗുളികയുടെ ആവശ്യമില്ല. ഈ സ്പ്രേ ചെയ്യുന്നതിന് പ്രത്യേക ടൈമിംഗ് ഉണ്ടോ, അതോ അസ്വസ്ഥത വരുമ്പോൾ മാത്രം അടിച്ചാൽ മതി? ഞാൻ പറഞ്ഞില്ല, 2 തരം മരുന്നുകളുണ്ടെന്ന്. പെട്ടെന്ന് ഈ കുറുങ്ങൽ മാറ്റുവാനുള്ള മരുന്ന് ആവശ്യമുള്ളപ്പോഴൊക്കെ രോഗിക്ക് ഉപയോഗിക്കാം. ഉദാഹരണമായിട്ട് സ്പോർട്സ് കളിക്കുന്നതിന് പോകുന്നതിന് മുമ്പ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ രാത്രിയിൽ വലിവ് വന്നു കഴിഞ്ഞാൽ ഉപയോഗിക്കാം. അപ്പൊ അത് വലിവുള്ളപ്പോൾ മാത്രം മതി. പക്ഷെ ഈ സ്റ്റീറോയിഡ്, ഈ നീര് വറ്റിക്കുവാനുള്ള ശ്വാസക്കുഴലിൽ ഈ നീര് വറ്റിക്കാനുള്ള മരുന്ന് വളരെ കൃത്യമായി മാസങ്ങള് ചിലപ്പോൾ വർഷങ്ങൾ വരെ ഉപയോഗിക്കണം. അത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം വളരെ കൃത്യമായിട്ട് ടൈട്രേറ്റ് ചെയ്ത് വളരെ സ്ലോയിലേ നിർത്താവുള്ളൂ. പ്രധാന പ്രശ്നം സ്പ്രേ പേടി, സ്റ്റീറോയിഡ് പേടി. സ്റ്റീറോയിഡ് ഉപയോഗിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ വളരെ എഫക്ട് വരും. പക്ഷെ രോഗി തന്നെ അതങ്ങ് നിർത്തുന്നു. അതാണ് ഒരു പ്രശ്നം. കുട്ടികളിൽ വരുന്ന കാര്യം ഡോക്ടർ പറഞ്ഞല്ലോ. അപ്പൊ കുട്ടികൾക്ക് ഒരു പ്രായം കഴിഞ്ഞാൽ വേഗം ഭേദമാകുന്ന കേട്ടിട്ടുണ്ട്. ചെറുതിലേ വന്നു കഴിഞ്ഞാൽ വേഗം ഭേദമാകും എന്നൊരു സങ്കല്പമുണ്ട് നമ്മുടെ. ഒരു പകുതി ശതമാനം കുട്ടികളിലെ ആസ്മ വലുതാകുമ്പോൾ മാറിപ്പോകും. എന്തുമാത്രം കാഠിന്യത്തിൽ ചെറുപ്പത്തിൽ വരുന്നോ അത്രയും മാറാനായിട്ട് കുറച്ചൊരു പ്രയാസമുണ്ട്. പക്ഷെ കുട്ടികൾക്ക് പോലും വളരെ ചെറുപ്പത്തിൽ തന്നെ ഈ സ്പ്രേ രൂപത്തിൽ അടിച്ചു കഴിഞ്ഞാൽ ഭാവിയിൽ വരാതിരിക്കാനുള്ള സാധ്യത വളരെ കുറയും. വരാനുള്ള സാധ്യത വളരെ കുറയും. ഇവിടെ ശരിക്കും ഒരു സംശയം വരുന്നത് എന്താ വെച്ചാൽ ഡോക്ടർ പറഞ്ഞു സാധാരണ ഇരിക്കുന്ന ശ്വാസകോശമാണ് ഈ രീതിയിലാകുന്നത്. അപ്പോ ശരിക്കും പറഞ്ഞാൽ എന്താണ് അവിടെ കോസായിട്ട് വരുന്നത്? എന്ത് കാരണത്താലാണ് അയാളുടെ ശ്വാസകോശം ഇങ്ങനെയായി മാറുന്നത്? ഒരു മരുന്ന് അടിക്കുന്നതോടുകൂടി അത് വീണ്ടും പഴയ പൂർവ്വസ്ഥിതിയിലാകുകയും ചെയ്യുന്നു. ആസ്മ ഒരു ജനറ്റിക് ഡിസീസാണ്. അപ്പൊ നമ്മുടെ അച്ഛനമ്മമാരിൽ നിന്നും ഈ ആസ്മ രോഗിക്ക് കിട്ടുന്ന ആ ജനിതക ഘടകങ്ങൾ ജീൻസ് വഴിയാണ് ഇത് വരുന്നത്. അപ്പൊ ഈ ആസ്മാറ്റിക് ജീൻസ് ഉള്ളവർക്കുള്ള ഒരു പ്രത്യേക നമുക്ക് സൈഡ് എഫക്ട്സോ അല്ലെ അലർജി ഉണ്ടാക്കാത്ത നിസ്സാര പദാർത്ഥങ്ങൾ
ഉദാഹരണത്തിന് ആസ്പിരിൻ, അല്ലെങ്കിൽ വൈക്കോല് പൊടി, അല്ലെങ്കിൽ നിലം അടിച്ചു വരുമ്പോഴുണ്ടാകുന്ന പൊടി, ആ പൊടി ഈ ആസ്മ രോഗിയുടെ മൂക്കിലൂടെ ശ്വാസകോശത്തിലൂടെ ചെന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഈ മാംസപേശികൾ വലിഞ്ഞു മുറുകുന്നു, ഇവിടെ നീര് വരുന്നു. ഇതാണ് ഈ സാധാരണ ആളുകളിൽ നിന്ന് ആസ്മ രോഗിക്ക് ഉള്ള ഒരു വ്യത്യാസം. സാധാരണ നമ്മൾ കണ്ടുവരുന്ന പൊടികൾ വീട്ടിലുള്ള പൊടി, കിടക്കയിൽ കാണുന്ന പൊടി, അതുപോലെ തന്നെ പൊടിയിൽ കാണുന്ന ഒരു ഹൗസ് ഡസ്റ്റ് മൈറ്റ്, പൊടിച്ചെള്ള് എന്ന് പറയും, പൊടിച്ചെള്ള്, പൂപ്പല്, പിന്നെ പോളൻ, ഫ്ലവേഴ്സിന്റെ പോളൻ, അങ്ങനെ പലതുകൊണ്ടും വരാറുണ്ട്. പിന്നെ ചില മൃഗങ്ങൾ, വീട്ടിലെ പട്ടി, പൂച്ച ഇതൊക്കെ വളർത്തുന്നത് വളരെ റിസ്കിയാണ് ആസ്മ പേഷ്യൻസിന്. അത് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക ഡോക്ടർ? ഇതാണ് അലർജി എന്നുള്ളത്, പോളൻ, അത് പിന്നെ ഒന്ന് നമുക്ക് രോഗിയോട് ചോദിച്ച് ഡീറ്റെയിൽഡ് ഒരു ഹിസ്റ്ററി എടുത്തു കഴിഞ്ഞാൽ തന്നെ ചിലപ്പോൾ കണ്ടുപിടിക്കാം. അല്ലെന്നുണ്ടെങ്കിൽ ഇതിനുവേണ്ടി ഈ അലർജി പദാർത്ഥങ്ങൾ തന്നെ അലർജൻസ് ആയിട്ട് നമ്മളെ കയ്യിൽ സ്കിന്നില് തൊലിപ്പുറത്ത് കുത്തിവെച്ച് കഴിഞ്ഞിട്ട് എന്തുമാത്രം നീര് വരുന്നു എന്ന് നോക്കി കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്കൊരു കണ്ടുപിടിക്കാം ഇന്ന ഐറ്റംസിനാണ് അലർജി എന്നുള്ളത്. അതിന് അലർജി ടെസ്റ്റിംഗ് അല്ലെ ഇമ്മ്യൂണോതെറാപ്പി, വാക്സിൻ തെറാപ്പി നമ്മൾ പറയും. ആ ടെസ്റ്റ് അല്ലെ ഇമ്മ്യൂണോതെറാപ്പി ചെയ്യുന്നതുകൊണ്ട് രണ്ട് ഗുണം: ഒന്ന്, ഇന്ന ഐറ്റം എന്ന് കണ്ടുപിടിക്കുക, അതിൽ നിന്ന് മാറി നിൽക്കുക. രണ്ടാമത്, മാറി നിൽക്കാൻ ഒക്കെയല്ലാത്തൊരു സാഹചര്യമാണ്. ഉദാഹരണമായിട്ട് ഒരു റേഷൻ കടയിൽ ജോലി ചെയ്യുന്ന ഒരാൾക്ക് റേഷൻ ഷോപ്പ് ഡസ്റ്റിന് അഗൻസ്റ്റ് ആയിട്ട് അലർജി വന്നു കഴിഞ്ഞാൽ മാറി നിൽക്കാൻ പറയാനൊക്കില്ല. ആ രോഗികൾക്ക് നമുക്ക് ഇതിന്റെ തന്നെ വാക്സിൻസ് അവൈലബിൾ ആണ്. ഈ പൊടി തന്നെ, ഈ റേഷൻ ഷോപ്പ് ഡസ്റ്റ് തന്നെ ചെറിയ ഡോസിൽ തൊലിപ്പുറത്ത് കുത്തിവെച്ച് അതിന് അഗൻസ്റ്റ് ആയിട്ട് ഒരു ഇമ്മ്യൂണിറ്റി ഉണ്ടാക്കി കൊണ്ടുവരുന്നത് ചികിത്സയാണ്. പക്ഷെ അത് 3-4 വർഷം ഉള്ള ഒരു ചികിത്സയാണെന്നേ ഉള്ളൂ. ഈ സ്പ്രേയുടെയും അതുപോലെ ഈ ഡസ്റ്റ് അല്ലെ പൊടി അവോയ്ഡൻസിന്റെ കൂടെ ഈ അലർജി ടെസ്റ്റും ചെയ്തു കഴിഞ്ഞാൽ നല്ലതാണ്. അത് നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. ശരിക്കും അതിലേക്കാണ് വന്നത്, ഈ ഒരു കാര്യത്തിലേക്ക്. അലർജി ശരിക്കും പറഞ്ഞാൽ ഈ പറഞ്ഞ കണ്ടുപിടിക്കാൻ പറ്റുന്ന അലർജി ഇങ്ങനെ ടെസ്റ്റ് നമുക്ക് മാറ്റിയെടുക്കാം. പക്ഷെ അലർജി മാനസികമാണോ ശരിക്കും? അങ്ങനെ എവിടെയെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ? അങ്ങനെ ഉണ്ടെന്നൊരു പേടിയുണ്ട്. ഇപ്പൊ തണുപ്പുള്ളപ്പോ ആസ്മ വരുന്നു എന്ന് പറയുന്നു. ഒരു കാലാവസ്ഥയിലുണ്ടാകുന്ന വ്യത്യാസം. വ്യത്യാസം ശരിക്കും മാനസികമല്ല. തണുത്ത എയർ നമ്മൾ ഉള്ളിലോട്ട് വലിക്കുമ്പോൾ നമ്മുടെ ശ്വാസക്കുഴലിൽ ചുരുങ്ങും. അതെല്ലാവർക്കും ഉള്ളതാണ്. ആസ്മ രോഗികൾ കൂടുതലുണ്ടെന്നുള്ളതാണ്. പിന്നെ ആസ്മ കൊണ്ട് കുറച്ച് ആങ്സൈറ്റി അല്ലെ ടെൻഷൻ വരാമെന്നെങ്കിൽ ഒരു പ്യുവർലി ഒരു മാനസിക രോഗമാണ് ആസ്മ എന്ന് പറഞ്ഞുകൂടാ. മാനസിക സംഘർഷം മൂലം ആസ്മ കൂട്ടാം, അത് കണ്ടിട്ടുണ്ട്. എന്നാൽ പോലും അതിന്റെ ഡെഫിനറ്റ് ആയിട്ട് ഇപ്പൊ ഒരു ഓർഗാനിക് ഡിസീസാണ് ആസ്മ. ഈ ശ്വാസക്കുഴലിലെ ഈ നീരാണ്. അപ്പം മാനസിക അസുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് വെച്ചിരിക്കാൻ പറ്റും. ഇപ്പൊ അനഫൈലാക്സിസ് എന്ന് പറഞ്ഞിട്ടൊരു അവസ്ഥ. ഇപ്പം ആസ്മ രോഗികൾ ശരിക്കും ഇവിടെ വായിച്ചതാണ്. ആസ്മ രോഗികൾ ശരിക്കും ആ ഒരു അവസ്ഥയിലേക്ക് എത്തി മരണപ്പെട്ടു പോകാവുന്ന ഒരു ഭീതിപ്പെടുത്തുന്ന ഒരു ഇതുണ്ടായിരുന്നു. ഇതിനെപ്പറ്റി വളരെ ഭീതിപ്പെടുത്തുന്ന കുറെ റിപ്പോർട്ടുകൾ ഈയിടെ ഉണ്ട്. പക്ഷെ എന്നാൽ പോലും പൊതുവെ ആസ്മ ഒരു മരണം ഉണ്ടാക്കുന്ന ഒരു അസുഖമല്ല. ആസ്മയ്ക്കുള്ള ഡെത്തുകൾ അല്ലെ മരണത്തിന് പ്രധാന കാരണം കണ്ടുപിടിച്ചിരിക്കുന്നത് ഒരു 90 അല്ലെ 70% കാരണവും ആസ്മ രോഗം മൂർച്ഛിക്കുമ്പോൾ, പ്രത്യേകിച്ച് രാത്രിയിലാണ് ഇതുണ്ടാകുന്നത്. ഈ പെട്ടെന്ന് റിലീവ് ചെയ്യുന്ന ഈ മരുന്നുകൾ അടിക്കുന്നു, അല്ലെ എനിക്ക് ഇതുവരെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ആസ്മ പോലെയാണ് ഇത്തവണത്തെ എന്ന് അവർ വിചാരിച്ചിട്ട് അതിന് കൃത്യമായിട്ടുള്ളൊരു ചികിത്സ ചെയ്യുന്നില്ല. അപ്പൊ ശരിക്കും ഡിലേ ഇൻ ഗെറ്റിംഗ് കറക്റ്റ് ട്രീറ്റ്മെന്റ്, അതാണ് വൺ റീസൺ. പിന്നെ വളരെ അപൂർവമായിട്ട് ചിലപ്പോൾ ഓവർ യൂസ് ഓഫ് മെഡിക്കേഷൻസും വരാറുണ്ട്. അപ്പൊ ഒരു മരണം ശരിക്കും ചികിത്സിക്കുകയാണെങ്കിൽ ഒരു ആസ്മയിൽ തന്നെ മരണം വളരെ റെയറാണ്. അതുപോലെ ഒരു 90% അവോയ്ഡബിൾ ആണെന്ന് ബ്രിട്ടീഷ് തൊറാസിക് സൊസൈറ്റി ഒക്കെ സ്റ്റഡി വഴി കാണിച്ചിട്ടുണ്ട്. സോ ആസ്മ ഈസ് എ ഡിസീസ് വിച്ച് റെയർലി പ്രൊഡ്യൂസസ് ഡെത്ത് ആൻഡ് മോസ്റ്റ് ഓഫ് ദോസ് ആർ അവോയ്ഡബിൾ. പിന്നെ ചിലപ്പോൾ മരുന്നുകളുടെ സൈഡ് എഫക്ട്സ് കൊണ്ടും വരാറുണ്ട്. ആശുപത്രിയിൽ വെച്ചൊക്കെ ഉള്ള മരണം വളരെ അപൂർവമേ ഉള്ളൂ. അത് മറ്റെന്തെങ്കിലും രോഗമൊക്കെ ഉള്ളപ്പോഴൊക്കെ ആയിരിക്കും. അതെ, ചിലപ്പോൾ ഹാർട്ട് ഡിസീസ് കാണും, അല്ലെ ചിലപ്പോൾ ആസ്മയുടെ കൂടെ ഒരു ഹാർട്ട് ഡിസീസ് വന്ന് രണ്ടും നമ്മൾ കൃത്യമായിട്ട് ഡയഗ്നോസിസ് ചെയ്യാതെ വരും. അങ്ങനെയൊക്കെയാണ് ഹൈപ്പോക്സീമ എന്നൊക്കെ പറയുന്ന ഈ ശ്വാസകോശത്തിൽ ഈ കുഴലിൽ കൂടെ അധികം എയർ പോകാത്തപ്പോൾ നമുക്ക് ഓക്സിജൻ കുറയുന്നു. ഓക്സിജൻ കുറയാത്തപ്പോൾ അതിന് ഹൈപ്പോക്സീമിയ എന്ന് പറയും. അപ്പൊ ഹൈപ്പോക്സീമിയ വന്നു കഴിഞ്ഞാലും ഡെത്ത് വരാം. അപ്പം ആസ്മ സാധാരണയിൽ നിന്നും വ്യത്യസ്തമാണെന്ന് പ്രത്യേകിച്ച് ഈ പീക്ക് ഫ്ലോ മീറ്റർ വഴിയൊക്കെ രോഗി കണ്ടുപിടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഡോക്ടറെ സമീപിക്കണം, അല്ലെ അത്യാഹിത വിഭാഗത്തിൽ പോകണം. അവിടെ വെച്ച് നമ്മൾ ഈ നെബുലൈസർ വഴി മരുന്ന് കൊടുക്കുക. ഹലോ ഹലോ, പേര് പറയൂ, ആരാണ്? നമ്പീശൻ ഫ്രം മദ്രാസ്. ഡോക്ടർ ഉണ്ട്, ചോദിച്ചോളൂ. ഗുഡ് മോർണിംഗ് ഡോക്ടർ. ഗുഡ് മോർണിംഗ്. ഞാൻ ഒരു റിട്ടയർഡ് ഗവൺമെന്റ് എംപ്ലോയി ആണ്. ഓക്കെ. എനിക്ക് കുറച്ച് ആസ്മാറ്റിക് ബ്രോങ്കൈറ്റിസ് എന്നൊരു കംപ്ലൈന്റ് പറഞ്ഞു. എത്ര വയസ്സായി? എനിക്ക് 62 വയസ്സായി. എന്റെ അച്ഛന് ആസ്മാറ്റിക് ബ്രോങ്കൈറ്റിസ് ഉണ്ടായിരുന്നു. പുക വലിക്കുവോ? പുക വലിക്കുന്ന ഒരാളാണ്. ഇപ്പോഴും വലിക്കുവോ? 62-ല് വലിക്കുന്നുണ്ട്. തെറ്റാണ്, നല്ലോണം അറിയാം. പിന്നെ നമ്മുടെ രാമേന്ദ്ര മെഡിക്കൽ കോളേജിൽ ഡോക്ടർ ധനികാചലത്തിന്റെ അണ്ടറിൽ ട്രീറ്റ്മെന്റ് നോക്കി. അപ്പൊ അങ്ങനെ ഈ
എക്കോ ടെസ്റ്റ് ഒക്കെ നടത്തി ഹാർട്ടിന് വല്ല പ്രോബ്ലം ഉണ്ടോ എന്നൊക്കെ അതില്ല എന്ന് പറഞ്ഞു. അവസാനം ആസ്മാറ്റിക് ബ്രോങ്കൈറ്റിസ് പറഞ്ഞ്